ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ, ഷാർക്ക്. അത് ജീവനുള്ള മീനാണ്. അതിൻ്റെ ചെകിളയൊക്കെ അനങ്ങുന്ന കണ്ടില്ലേ. ഈ മീനിൻ്റെ കട്ടിങ് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഇതിൻ്റെ കറിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന് നല്ല ജീവനുള്ള പച്ച മീനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ, 1 ടീസ്പൂൺ കുരുമുളക്, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ്, അതൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് മുളക് പൊടിയാണ്, അതും അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതോട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു തീയിൽ മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ കയ്പ്പ് രസമായിരിക്കും. അപ്പം ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം എന്താ, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ അതും റെഡിയായി വരും. തണുക്കുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കൊരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി, ഇടത്തരം തക്കാളിയാണ്, 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി തക്കാളിയൊക്കെ വെന്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പ് നമ്മൾ വറുത്തെടുത്തതാണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. മിക്സ് ചെയ്തപ്പോൾ ഇച്ചിരി കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൺസിസ്റ്റൻസി മതി കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടി വേണമെന്ന് തോന്നി, അങ്ങനെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മീനെല്ലാം എന്താ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് നോക്കിയാൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചതൊന്ന് അരപ്പിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കത് മൂടി വെച്ചൊരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കണം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ തുറന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അല്പം ഒന്ന് കുറുകി കിട്ടണം. അതുവരെ ഇങ്ങനെ കിടക്കട്ടെ.
കുറച്ച് കറിവേപ്പിലയും കൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി സ്രാവ് കിട്ടുമ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.